കുറച്ച് നോട്ട് ചെയ്യുക, അതിനകത്ത് വായിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് രണ്ടു തന്നുണ്ട്. മതഭ്രാന്തൻ, ഭ്രാന്താലയത്തിലെ ചങ്ങലയ്ക്ക് ജാതി ഭ്രാന്ത് പിടിക്കുന്ന നാളിൽ ബന്ധനം പൊട്ടിച്ചാൻ പറക്കും മതഭ്രാന്തിൽ അറിയുന്ന കൂട്ടിലേക്ക്. നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്, നമ്മളെല്ലാം പലരും പറയും എനിക്ക് മതമില്ല ജാതിയില്ല. ഇത് ആരാ പറയുന്നത്? ഈ പറയുന്ന വ്യക്തി ആദ്യം സ്വന്തം പേരെടുത്ത് നോക്കുക. ആ പേര് കാണിച്ചാൽ ജാതി ഏതും അല്ല മതം ഏതെന്ന് മിക്കവാറും എല്ലാ പേരും തന്നെ വിളിച്ചു പറയും. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളോട് തോന്നിയ ഏറ്റവും വലിയൊരു ബഹുമാനത്തിലൊന്ന്, അവർ ഒരിക്കലും എൻ്റെ ജാതി ഏത് മതം ഏതെന്ന് പറയുന്ന ഒരു പേര് എനിക്ക് ഇട്ടിട്ടില്ല. എൻ്റെ മതം ഏതാണെന്ന് ഇന്നും എൻ്റെ കൂടെ പഠിച്ചവർക്ക് ആർക്കും അറിയത്തില്ല. മനസ്സിലായില്ലേ? അപ്പം അതെൻ്റെ എൻ്റെ ക്രെഡിറ്റ് അല്ല, എൻ്റെ മാതാപിതാക്കളിട്ടാണ്. പക്ഷേ എൻ്റെ മാതാപിതാക്കൾ മറ്റൊരു പേരായിരുന്നു ഇട്ടിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ അത് ഇന്ന് ഞാൻ മാറ്റിയേനെ. എൻ്റെ പേരിനോടൊപ്പം മതമോ ജാതിയോ വന്നിരുന്നെങ്കിൽ ഞാൻ സത്യമായിട്ട് ഞാൻ പോയിട്ട് മാറ്റിയാണ്. കാര്യം എനിക്ക് ലോകം മുഴുവൻ മാറ്റാൻ പറ്റും, പക്ഷേ എന്നെ കറക്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റും. എനിക്കിവിടെ ഗസറ്റിൽ കൊണ്ട് പബ്ലിഷ് ചെയ്ത് ആക്കി കഴിഞ്ഞാൽ എൻ്റെ ചോദ്യം, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പേരിനകത്ത് എൻ്റെ മതം ഇതാണെന്ന് കാണിക്കുന്ന രീതിയിൽ ഒരു പേരിടുന്നത്? നിങ്ങൾക്ക് ആൽഫ ബീറ്റ ഗാമ എന്നൊക്കെ വേണമെങ്കിൽ ഇട്ടൂടെ? അപ്പം ഓക്കെ, ഇനിയിപ്പം നിങ്ങളുടെ പേരൻസ് അങ്ങ് ഇട്ടു എന്നിരിക്കട്ടെ, നിങ്ങൾക്കൊരു ജാതി വാലൂടെ തന്നു, നിങ്ങളെന്താ ഈ വാല് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ആ വാല് പൊക്കി പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾ സ്വയം, എനിക്ക് സത്യം പറഞ്ഞാൽ വാലുള്ളവരെ കാണുമ്പോൾ എനിക്ക് സത്യം പറയാൻ സഹതാപമോ പുച്ഛമോ തോന്നുന്നത്. ഇവൻ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഇവൻ ഏത് മനുഷ്യനാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാര്യം ഒരു വാലും പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. ഇവൻ വാട്ട് ഹി തിങ്സ്, അതാണ് ചോദിക്കുന്നത്. നിനക്ക് നിൻ്റെ ജാതി കാണിച്ചിട്ടല്ല നിൻ്റെ വ്യക്തിത്വം കാണിക്കേണ്ടത്. നീ പ്രവർത്തിക്കുക, നിൻ്റെ കർമ്മത്തിലൂടെ നീ അപ്പുറോ ലോവറാണെന്ന് നീ തീരുമാനിക്കുക. അല്ലാതെ ആരാണ്ടിട്ട ഒരു വാലും പൊക്കി പിടിച്ചോണ്ട് ഞാൻ ഏതോ കൊനാണ്ടറെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? അത് ആദ്യം ആ വാല് വെട്ടുക, രണ്ടാമത് മതം വെട്ട്. അതവർ നിങ്ങൾ പോയി 500 രൂപ കൊടുത്തിട്ട് ആൽഫ ബീറ്റ എന്നൊരു പേര് ഇടൂ. എന്തിനാണ് നിങ്ങളുടെ പേര് കാണിക്കുമ്പോൾ തന്നെ എൻ്റെ ജാതി ഇതാ മതം ഇതാണെന്ന് കാണിക്കേണ്ട കാര്യം എന്താണ്? ഇനിയത് കേരളത്തിലേ അടക്കത്തുള്ളൂ. പുറത്ത് ഇതിന് കേരളത്തിലല്ലേ ഇന്ത്യക്ക് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിയുക, ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. 100 വർഷത്തിന് മുമ്പ് കേരളത്തിൽ എന്തായിരുന്നു? ജാതി ഭ്രാന്തന്മാരുടെ മതഭ്രാന്തന്മാരുടെ ഒരു ലോകമായിരുന്നു. ഇന്ന് അതിൽ നമ്മൾ കുറേ മാറിയിട്ടുണ്ട്. അത് മാറിയിട്ടൊന്നും ഇപ്പോഴും തലയ്ക്കകത്ത് ഈ വൈറസും കൊണ്ട് നടക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഉള്ളിലുള്ളത്. അതൊക്കെ മാറിയിട്ട് ഇന്ന് സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ മതമൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മനുഷ്യൻ ഹാപ്പിയായിട്ട് ജീവിക്കുന്നില്ല. നിങ്ങൾ മനുഷ്യനായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കാൻ പിടിക്കൂ. നിങ്ങൾ എന്തിനാണ് ഈ വൈറസ് തലയെ കൊണ്ട് ആക്കുന്നത്? എന്നിട്ട് നിങ്ങളുടെ കുട്ടികളുണ്ടാകുമ്പോൾ അതിനകത്ത് എന്തിനാണ് ഇത് കുത്തിവെക്കുന്നത്? അവർ സ്വന്തമായിട്ട് ആലോചിച്ച് വളരട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്നോട് തോന്നുന്ന അഭിമാനം, ഞാൻ എൻ്റെ കുട്ടികളിൽ മതം കുത്തിവെച്ചിട്ടില്ല. അവർക്ക് സത്യം പറഞ്ഞാൽ ജാതി എന്താ മതം എന്താന്ന് പോലും അവർക്ക് ചിന്തയില്ല. അത് അവരെ മനുഷ്യനായിട്ട് ജീവിക്കാൻ പഠിപ്പിക്കൂ. ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് അവർ ജീവിക്കട്ടെ. എന്തിനാണ് ഈ സാധനം കുത്തിവെക്കുന്നത്? അത്രേ ഉള്ളൂ. അത് എനിക്ക് ഇങ്ങനെ ഫ്രസ്ട്രേഷൻ വരുമ്പോഴാണ് ഞാൻ ഈ സാധനം എടുത്ത് വെച്ചിട്ട് എഴുതുന്നത്. അതെനിക്ക് മനസ്സിലായി. അത് നോക്കുമ്പോൾ കൊടുക്കേണ്ട കൃത്യം. എനിക്ക് കാരണം മതവും ജാതി എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലാത്ത, ഞാൻ എന്തിലാണോ അതിലൊക്കെ പോകുന്നതല്ലാതെ വേറെ ആളെ ഫോഴ്സ് ചെയ്യാനോ ഇന്ന പോലെ ആണെന്നോ വാദിക്കാനോ അയാളെ അടിച്ചേൽപ്പിക്കാനോ അതിൻ്റെ കാര്യമില്ല. ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് അതിൽ ഫോർവേഡ് ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകിച്ചാൽ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലും പുറത്ത് പോയില്ലെങ്കിലും നമ്മുടെ കുടുംബത്തെ നോക്കുക എന്നുള്ളവരാണ്. അതിലൊരു കോട്ടയാണെന്ന് വായിച്ചിരുന്നു. പെട്ടി നന്നായി തൂക്കി നോക്കി ഫ്ലൈറ്റ് കയറും, പ്രവാസിക്ക് തൻ്റെ അധ്യദേഹം തൂക്കി നോക്കി ഫ്ലൈറ്റിൽ ഇറങ്ങാനാണ് യോഗം. സത്യമായിട്ടൊരു കാര്യമാണ്. പല പ്രവാസികളും കുടുംബം നോക്കാനും അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരെ കെയർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തൊക്കെ പോകുന്നത്. പക്ഷേ തിരിച്ചു വരുന്നവർ പലരും ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം പോലും ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. 5 വർഷത്തിന് ശേഷം ഒരു യുവാവ് നാട്ടിലേക്ക് വരാൻ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് മരിച്ചുപോയി, കിടന്ന ഉറക്കത്തിൽ തന്നെ. എത്ര പേരാട്ടാവും ഇങ്ങനെ പോകുന്നത്? ഒരുപാട്. അത് ഈ ആടുജീവിതത്തിൻ്റെ വേറെ ഫോംസാണ്. ഈ കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ചിലവഴിച്ചേക്കുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. ദൈവം സഹായിച്ച് എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷേ അവിടെ വരുന്ന 90% ആൾക്കാരും ആക്ച്വലി കോംപ്രമൈസിൻ്റെ അങ്ങേ എൻഡിലാണ്. അവർ വിചാരിക്കുന്നത് ഇപ്പം നമ്മളൊക്കെ വിചാരിക്കുന്ന ഗൾഫിൽ പോയാൽ എല്ലാവരും രക്ഷപ്പെടും. പക്ഷേ നമ്മളിവിടെ കാണുന്ന ഗ്ലാമർ അല്ല അവിടുത്തെ അവരുടെ ലൈഫ്. അവിടെ ലേബർ ക്യാമ്പുകളിൽ ഒതുങ്ങിക്കൂടിയിട്ടാണ് ഇവിടെ മണിമേട നമ്മൾ കാണുന്ന മണിമേടയാണ്. പക്ഷേ അവിടെ അവൻ ജീവിക്കുന്നത് ഒരു ലേബർ ക്യാമ്പിലെ 2ാമത്തെ തട്ടിലോ 3ാമത്തെ തട്ടിലോ ഒരു കട്ടിലാണ് അവൻ കിടക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഇവിടുത്തെ മലയാളിക്ക് ഇന്നുമില്ല. പക്ഷേ അത് മലയാളിയുടെ ഒരു കോംപ്ലക്സിൻ്റെ ഭാഗം കൂടിയാണ്. ഇവിടെ വീട്ടിൽ ദിവസം 1000 രൂപയ്ക്ക് ബംഗാളിയെ വെച്ചിട്ടാണ് അവിടെ പോയിട്ട് അതിലും കുറഞ്ഞ ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവ് മലയാളിക്കില്ല ഇന്നും. ഇപ്പോഴും വിചാരം ഗൾഫ് എന്ന് പറഞ്ഞാൽ എന്തോ സ്വർഗമാണെന്നാണ്. അവിടെയും
കഷ്ടപ്പാട് തന്നെയാണെന്ന് ആരും തിരിച്ചറിയുന്നു. അത് പറഞ്ഞാൽ 10% താഴെ ആൾക്കാർ അവിടെ നല്ല രീതിയിൽ ഫാമിലിയൊക്കെ ആയിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ 90% ഇന്നും തൊഴിൽ മേഖലയിൽ ബംഗാളിയേക്കാളും കഷ്ടമായിട്ടാണ് കഴിയുന്നതെന്ന് തിരിച്ചറിയുക. അതെ, നമുക്ക് കാട് കയറി അങ്ങ് വല്ലാതെ പോയെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ കാർണിക്കിലേക്ക് വരാം. അപ്പം ആ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ട്രെയിലറൊക്കെ കണ്ടായിരുന്നു. പക്ക ഒരു ഹൊറർ മിസ്റ്ററി ആ ഒരു ഫീലിംഗ് ആ ട്രെയിലറിൽ തന്നെ കിട്ടിയായിരുന്നു ഞങ്ങൾക്ക്. അപ്പം ശരിക്കും ഒരു ഹൊറർ പടം തന്നെയാണോ കാർണിക? ഇത് ഹൊറർ എന്നൊക്കെ നമുക്കറിയാത്തൊരു തലമുണ്ട്. ഇപ്പം പാരാസൈക്കോളജിയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ബോധമനസ്സിൽ കൊണ്ട് മാത്രം ജീവിക്കുന്ന മനുഷ്യരാണ്. നമ്മളുടെ 90% ഏറെയും നമ്മുടെ ബോധമനസ്സിലുമായി കിടക്കുന്ന ഒരു ലോകമുണ്ട്. അത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അവിടെ സംഭവിക്കുന്ന ചില എലിമെൻറ്റ്സ് എടുത്തിട്ടാണ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡിൽ അവിടെ അത് റിയലിസ്റ്റിക് ആയിരിക്കണം. അതേസമയം ഈ സാധാരണ നമ്മുടെ ഹൊററെല്ലാം ഇങ്ങനെ ഫാൻറ്റസിയാണ്. അത് നമുക്ക് ഭാവനയിൽ മാത്രം വിരിയുന്ന സാധനമാണ്. പക്ഷേ ഇതിനെ രണ്ടും കൂടെ കണക്ട് ചെയ്ത് വരുമ്പോഴേ ഒരു വേറിട്ട് നിൽക്കത്തുള്ളൂ. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ അങ്ങനെ വേറിട്ട് നിൽക്കുന്ന അധികം സിനിമ വന്നിട്ടില്ല. ഇപ്പം കുറച്ചൊക്കെ ലോജിക്കലി വന്നേക്കുന്നത് മണിച്ചിത്രത്താഴ് വന്നിട്ടുണ്ട്. ചോദിക്കാൻ വരികയാണ്, എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോഴേ പെട്ടെന്ന് മനയും ഇതൊക്കെ കണ്ട് ഫസ്റ്റ് മൈൻഡിൽ പോയ മണിച്ചിത്രം. അതാണ് ഇതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാവുന്ന ഒരു ജനിസ് എന്ന് പറഞ്ഞാൽ മണിച്ചിത്രത്താഴിനകത്തൊക്കെയാണ് കുറച്ചുകൂടെ ലോജിക്ക് വർക്കൗട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ അതിനകത്തൊരു ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഒന്നും അല്ലല്ലോ. ഇതിപ്പം ഇത് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷനിലൂടെ വരുമ്പോൾ അതിന് കുറച്ചുകൂടെ ആധികാരികത വരും, മനസ്സിലല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നൊരു സ്റ്റോറിയാണ്. അതുമല്ല ഒരു ഭാഗത്തിലല്ല ശരിക്കും സിനിമ അവസാനിക്കുന്നത് പോലും ഇനിയൊരു ഭാഗത്തിന് അവസരമുണ്ട് എന്നുള്ള രീതിയിൽ അവസാനിപ്പിക്കുന്നത്. അത് ഈ സിനിമ വിജയിച്ചാൽ മാത്രമേ രണ്ടാമത്തെ ഭാഗത്തിന് പ്രസക്തിയുള്ളൂ. അപ്പം പ്രേക്ഷകനാണ് തീരുമാനിക്കേണ്ടത് ഇതിന് രണ്ടാം ഭാഗം വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം ഇത് സിനിമ കാണുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രാക്ക് അറിയാലോ. അപ്പോൾ കുറേ മാസ് മസാല സിനിമകൾ വരുന്നുണ്ട്, കുറേ ലീഡിങ് ആക്ടേഴ്സിനെ വെച്ചിട്ടൊക്കെ സിനിമകൾ നമ്മൾ കാണാറുള്ള. അങ്ങനെയുള്ള സിനിമകൾ പോലും വളരെ കുറഞ്ഞ തിയേറ്ററിൽ ഓടും. ഇപ്പോൾ ഈ ഒരു വർഷം നേരത്തിന് എടുത്തു നോക്കിയാൽ നല്ല സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ കുറേ സിനിമകൾ വാഷ് ഔട്ടായി പോകുന്നുണ്ട്. ഈ പുതുമുഖങ്ങളെ വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതങ്ങനെ ഒരു പേടിയുണ്ടോ മനസ്സിൽ? തീർച്ചയായിട്ടും. ഞാൻ പറയാം, ഞങ്ങൾക്ക് വി ആർ ഇൻറ്റു സിനിമയുടെ എല്ലാ മേഖലയിലും ഉണ്ട്. ഞങ്ങൾക്ക് സ്റ്റുഡിയോസ് ഉണ്ട്, തിയേറ്റേഴ്സ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ എല്ലാ മേഖലയിലും നമ്മളുണ്ട്. അതുകൊണ്ട് ഇപ്പം തിരുവനന്തപുരത്ത് ഏരീസ് പ്ലെക്സ് ഈ കേരളത്തിലെ നമ്പർ 1 സ്ക്രീനാണ്. അവിടെ ഞങ്ങൾ ഒരു മാസം 40 കണ്ടൻസ് പ്ലേ ചെയ്യാറുണ്ട്, 40 മൂവീസ്. ഇതിൽ 35 മൂവീസ് ആക്ച്വലി ഭയങ്കര നഷ്ടമാണ്. ആക്ച്വലി ചിലതിന് കറണ്ട് ചാർജ് പോലും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതാണ് സിനിമാ മേഖലയിൽ, അതായത് ഒരു 90% റിസ്ക് ഉള്ള ഒരു മേഖലയാണ് സിനിമാ മേഖല. പക്ഷേ പലരും ആഗ്രഹത്തിൻ്റെ പേരിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുകയോ അല്ലെങ്കിൽ നിർമ്മിക്കുകയോ അതോടുകൂടി അവിടുന്ന് വാനിഷ് ആവുന്നൊരു അവസ്ഥയാണ്. അപ്പം തീർച്ചയായിട്ടും ഒരു ഭയങ്കര വലിയ റിസ്ക് ഉണ്ട്. എസ്പെഷ്യലി ഇതുപോലുള്ള ഒരു ചാരിറ്റി മൂവി ചെയ്യുന്ന സമയത്ത് പ്രേക്ഷകനെ തിയേറ്ററിലേക്ക് എത്തിക്കുക ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആദ്യം കണ്ടിറങ്ങുന്നവർ ഒരു നല്ല സിനിമയാണെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ മൗത്ത് പബ്ലിസിറ്റി വന്നു കഴിഞ്ഞാൽ എത്രയോ സിനിമ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വരും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഈ ഒരു ചാരിറ്റി മൂവി ആയതുകൊണ്ട് കുറച്ച് പേർക്ക് അതിന് ഒരു കൈത്താങ്ങാവാൻ വേണ്ടി ഒരു നല്ല മനസ്സുള്ള ഒരു പ്രേക്ഷകന് ചിലപ്പം വരാൻ തോന്നാം. അപ്പോൾ ആ രീതിയിലേ ഉള്ളൂ. അല്ലാതെ വലിയ പ്രതീക്ഷകൾ നമുക്ക് ഒരിക്കലും ഇത്തരം ചെറിയ സിനിമകൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ആരെയും വരുന്ന ഒരു വ്യക്തിയെ നമ്മൾ നിരാശപ്പെടുത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. സാർ ഇനി ഒരു പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനത്തെ ഒരു ലെവൽ പ്രോജക്റ്റ് ആയിരിക്കണം എന്നാണ് ആഗ്രഹം? നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ടാവുമല്ലോ. അപ്പം ഡാം 999 എന്ന് പറയുന്നത് അങ്ങനെ ഒരു വിഷണറി ഉള്ളൊരു പടമായിരുന്നു. അപ്പം ഇനി ഒരു പടം ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഷണറി ഉള്ള അല്ലെങ്കിൽ ഇനി മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്രോജക്റ്റ് ഏതായിരിക്കും? ഇല്ല, ഞാൻ പൊതുവേ ചെയ്യാനുള്ളൊരു സോഷ്യൽ കോസുള്ള ചിത്രങ്ങളാണ് വരുന്നത്. ഒരു ഇൻഫർടൈൻമെൻറ്റ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങളത് ഇപ്പോൾ സാധാരണ സിനിമ ചെയ്യാൻ, കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യാൻ ഇവിടെ ഇഷ്ടംപോലെ സിനിമാക്കാരുണ്ട്. എത്രയോ പേര് അവസരം കിട്ടാതെ തന്നെ നടക്കുന്നുണ്ട്, ഒരു സിനിമ പോലും ചെയ്യാൻ പറ്റാതെ. അപ്പോൾ അവരൊക്കെ അത് ചെയ്യട്ടെ. പക്ഷേ ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനകത്തൊരു ടേക്ക് അവേ ഉണ്ടാവണം, മനസ്സിലായില്ല. ഇപ്പോൾ എൻ്റെ പ്രോബ്ലം വെച്ചാൽ എനിക്ക് സമയമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഡോക്യുമെൻ്ററീസിലേക്ക് പോകുന്നത്. ലാസ്റ്റ് ചെയ്തത് ബ്ലാക്ക് സാൻഡാണ്, നമ്മുടെ കരിമണലിനെ കുറിച്ചുള്ള സാധനമാണ്. ഒരുപാട് ഇൻ്റർനാഷണൽ 70-ലേറെ അവാർഡുകൾ ഇപ്പം ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡോക്യുമെൻ്ററീസ് ആകുമ്പോൾ നമുക്ക് അധികം സമയം വേണ്ട. പക്ഷേ സിനിമയ്ക്ക് ഇറങ്ങുമ്പം ഡാം 999 തന്നെ ചെയ്യാൻ ഞാൻ ഏതാണ്ട് 4 വർഷത്തോളമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം മാറ്റിവെച്ചത്. ചില സമയത്തൊക്കെ 100%, ഇപ്പോൾ ഷൂട്ടിൻ്റെ സമയത്ത് 100% ആയിരുന്നു, ചില സമയത്ത് 50% ആയിരുന്നു. അത്രയും സമയം മാറ്റിവെക്കാൻ
ഇപ്പം എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ഫീച്ചർ ഫിലിമിലേക്ക് ഇപ്പം ഇറങ്ങാത്തത്. പക്ഷേ പ്രോജക്ട് ഡിസൈനറായിട്ട് ഞാൻ ഒരുപാട് സിനിമയിലുണ്ട്. കാര്യം അവിടെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പെർട്ടിസം കൊണ്ടുപോയിട്ടൊന്ന് അവരെ ഗൈഡ് ചെയ്താൽ മാത്രം മതി. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് കുറച്ച് നാളുടെ കഴിഞ്ഞിട്ട്. ഞങ്ങളിപ്പം കൊച്ചിയിലൊരു ഞങ്ങളുടെ ഒരു ടവർ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാനൊരു ഫ്ലോർ കംപ്ലീറ്റ്ലി ഒരു വർഷം 12 സിനിമ വരെ ചെയ്യാനുള്ള, ഒരു മാസം ഒരു മൂവി വെച്ചിട്ട് ചെയ്യാവുന്ന രീതിയിൽ ഒരു 30 ദിവസം കൊണ്ട് ഷൂട്ട് തീരാവുന്ന ഒരു സെറ്റപ്പിൽ ഉള്ള ഇതായിരിക്കും. അപ്പം ഒരു സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞാൽ അടുത്ത സിനിമ തുടങ്ങാവുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം 12 ഇല്ലെങ്കിലും 10 സിനിമയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സെറ്റപ്പ് വന്നു കഴിയുമ്പം ഒരു 30 ദിവസം മാറ്റി വെച്ചിട്ട് ഒരു നല്ല സ്റ്റോറി, അതായത് എന്തെങ്കിലും ഒരു മെസ്സേജ് വേണം, അത് കണ്ടിറങ്ങുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് എല്ലാ വർഷവും ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ തന്നെ നടക്കട്ടെ. കാരണം എന്താ വെച്ചാൽ ഈ ആക്ഷനും അല്ലെങ്കിൽ വെറും റൊമാൻസോ അല്ലെങ്കിൽ വെറും ഡ്രാമ മാത്രമല്ലാതെ റിയാലിറ്റിയിലുള്ള ഫേസ് ചെയ്യേണ്ട മോറലുള്ള സ്റ്റോറീസ് മലയാള സിനിമ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ സിനിമകളും വന്നോണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ സിനിമകൾ ഇനി വരട്ടെ, സമയത്ത് ഇനിയും പ്രോജക്റ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം കാർണിക റിലീസ് ആകാൻ പോവാണല്ലോ, പ്രേക്ഷകർ കാണാൻ പറ്റുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾ എത്രയോ പേരെ കൈപിടിച്ച് കയറ്റാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഈ സിനിമയെ അങ്ങനെയാണ്, നിങ്ങൾ കൈപിടിച്ച് കയറ്റുക. 2 കൂട്ടരെയാണ് നിങ്ങൾ കൈപിടിച്ച് കയറ്റുന്നത്. ഈ സിനിമ കാണുമ്പോൾ കുറേ സ്വപ്നങ്ങളുമായിട്ട് വരുന്ന നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫിലിം മേക്കേഴ്സ് നിങ്ങളുടെ ഒരു ദിവസം പുറത്തു പോയി ചിലവഴിക്കുന്നതിൻ്റെ ഒരു പകുതി തുക, ഒരു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു ടിക്കറ്റ് എടുത്ത് ഈ സിനിമ കാണുമ്പോൾ അത് വയനാട്ടിന് ഒരു സഹായം. ഒപ്പം ഇതിന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാർക്ക് അവരുടെ ഒരു ഡ്രീംസാണ്. കാര്യം തിയേറ്ററിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സിനിമ തിയേറ്ററിൽ നമുക്ക് നല്ല ഒരുപാട് സ്ക്രീൻസ് കിട്ടിയിട്ടുണ്ട്. അവിടെ പ്രേക്ഷകനില്ലാതെ ഇത് ഓടി 3ാമത്തെ ദിവസം സ്ക്രീനിൽ നിന്ന് മാറ്റുന്ന ഒരു എത്ര പേരുടെ എത്ര നാളത്തെ സ്വപ്നമാണ് തകർന്നു പോകുന്നത്. അപ്പം നിങ്ങളെക്കൊണ്ട് ഒരുപാട് പേരെ ഒന്ന് സഹായിക്കേണ്ട. വല്ലപ്പോഴും ഇതുപോലുള്ള ഒരു സിനിമ, നല്ലൊരു സിനിമ വരുമ്പോൾ പോയി കാണുക. കാര്യം ഇതിൻ്റെ സോങ്സ് നമ്മൾ ഓൾറെഡി പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ സോങ്സ് കാണുമ്പോൾ അറിയാം ഇതിൻ്റെ ക്വാളിറ്റി. സോങ്സ് ആർ വെരി ഗുഡ് ആക്ച്വലി. ഞാൻ ഒരു സോങ് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് അത് വിഷ്വലൈസ്. അപ്പം നമുക്ക് ഒരാൾക്ക് ടാലൻറ്റോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഒന്നും സിനിമ കാണണ്ട. അതിൻ്റെ ഒരു 2 മിനിറ്റ് കണ്ടാലും മതി. അപ്പോൾ ഒരു സോങ് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും ആ സിനിമ ഏത് ഗണത്തിൽ വരും എന്നുള്ളത്. അപ്പം നല്ല സോങ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്ന് കാണുക, നിരാശപ്പെടാതെ പോവുക. പിന്നെ ഇതിനകത്ത് നഷ്ടമൊന്നും ഇല്ലല്ലോ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നൊരു കൈത്താങ്ങ്, വരിക, വിജയിപ്പിക്കുക. കാര്യം ഇത്രയും തിരക്കുള്ള എനിക്ക് ഇതിനെ സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊക്കെ സഹായിച്ചൂടെ? തീർച്ചയായും. അപ്പം സിനിമ എന്തായാലും നല്ല സിനിമകൾ ഒരിക്കലും മലയാളികൾ കൈവിട്ടിട്ടില്ല. അപ്പം സിനിമ വലിയൊരു ഹിറ്റ് ആവട്ടെ. ഇനി ഒരുപാട് പ്രോജക്ട്സ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ. പുതിയ കലാകാരന്മാരെ മലയാളികൾ കിട്ടട്ടെ, മലയാള സിനിമയ്ക്ക് കിട്ടട്ടെ. അപ്പോൾ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിനെ താങ്ക് യു സോ മച്ച്. താങ്ക് യു.